സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റിൽ സനാതന ധർമ്മത്തെ അവഹേളിച്ചതിൽ മുഖ്യമന്ത്രിക്ക് പരാതി. ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. വിവാദ ചിത്രം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും സുവർണ കേരളം ലോട്ടറി വിൽപ്പന റദ്ദാക്കണം എന്നുമാണ് ആവശ്യം. ലോട്ടറി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറിയിൽ സനാതന ധർമ്മത്തെ അവഹേളിക്കുന്ന ചിത്രത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി. മറ്റെന്തെല്ലാമാണ് വിവരങ്ങൾ? രോഹിണി, നിലവിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. പ്രത്യേകിച്ച് ഈ വിവാദമായിട്ടുള്ള ചിത്രം പതിപ്പിച്ച ലോട്ടറി, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ആർത്തവരക്തം ശിവലിംഗത്തിൽ വീഴുന്ന രീതിയിലുള്ള ആ ചിത്രം പതിപ്പിച്ച സുവർണ കേരളം ലോട്ടറി സർക്കുലേഷനിൽ നിന്ന് പിൻവലിക്കണമെന്നും അത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ നിലപാട് സ്വീകരിക്കുന്നത്. ഈ നിലപാട് കാട്ടി ഈ ലോട്ടറിയുടെ വിതരണം തടയണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. ആവശ്യപ്പെടുന്ന ഒന്ന്, ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ ചിത്രം ഈ ലോട്ടറിയിൽ ഉൾപ്പെടുത്തിയത് ആസൂത്രിതമാണെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കുമെതിരെ നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ ലോട്ടറി റദ്ദു ചെയ്യാനും മുഖ്യമന്ത്രി ഇടപെടണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ലോട്ടറി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ലോട്ടറി വകുപ്പ് തങ്ങൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് ഇത് ചിത്രം ഉൾപ്പെടുത്തിയത് മനഃപൂർവ്വമല്ല. ലളിതകലാ അക്കാദമിയിൽ സമ്മാനം ലഭിച്ച ഒരു ചിത്രം സ്വാഭാവികമായി എല്ലാ കൊല്ലവും ചെയ്യുന്നത് പോലെ അങ്ങ് ഉൾപ്പെടുത്തുകയായിരുന്നു. അത് കൃത്യമായ പരിശോധനകളൊന്നും അതിന്റെ പേരിൽ, ആ ചിത്രത്തിന്റെ പേരിൽ ഏതെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. കാര്യമായിട്ടുള്ള ഒരു ഗൗരവം അതിന് നൽകിയിരുന്നില്ല ചിത്രം ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ലോട്ടറി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കുലേഷനിലായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമ്മാനം അല്ലെങ്കിൽ നറുക്കെടുപ്പ് ഉടൻ നടക്കാൻ പോകുന്ന ഒരു ലോട്ടറി ആയതിനാൽ ഇനി അത് പിൻവലിക്കാൻ കഴിയില്ലെന്നും ലോട്ടറി വകുപ്പ് നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്കാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വലിയ ഒരു ജനവിഭാഗത്തിന്റെ വിശ്വാസത്തെ തന്നെ വ്രണപ്പെടുത്തുന്ന ഒരു നടപടിയിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. രോഹിണി.